തൃശൂരിൽ കുഴിയിൽപ്പെട്ട യുവാവ് മരിച്ചതിൽ പ്രതിഷേധം ശക്തം. മേയറുടെ ചേംബറിൽ വാഴ നട്ട് പ്രതിഷേധിക്കാൻ യുവമോർച്ച പ്രവർത്തകർ. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമവളപ്പിൽ പലതരത്തിലുള്ള പ്രതിഷേധമാണ്. നേരത്തെ പ്രതീകാത്മകമായിട്ടുള്ള സംസ്കാര ചടങ്ങാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ MG റോഡിലെ ഈ അപകടത്തിൽ വാഴയുമായി പോവുകയാണോ യുവമോർച്ച പ്രവർത്തകർ? ഇപ്പോൾ വാഴ വെച്ചുള്ള സമരമാണ്. ഇപ്പോൾ മേയറുടെ ചേംബറിന് മുന്നിൽ യുവമോർച്ചയുടെ സമരം നടക്കുകയാണ്. വാഴ കസേരയിൽ മേയറുടെ ചേംബറിലെത്തി. മേയറുടെ ചേംബറിൽ വാഴ സ്ഥാപിക്കാനായിട്ടായിരുന്നു യുവമോർച്ചയുടെ തീരുമാനം. ഇപ്പോൾ മേയറുടെ ചേംബർ ഉദ്യോഗസ്ഥരെത്തി പൂട്ടിയിരിക്കുന്നു. ആ ചേംബറിന് മുമ്പിൽ വാഴയുമായി സമരം നടക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ഒരു തൈവാഴയാണ് കാണുന്നുണ്ട്. വാഴ ശരിക്കും അവിടെ വെക്കാൻ പോവുകയാണോ? ചേംബറിലാണോ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ? ഒന്നുകൂടി പറയാമോ? ഒന്ന് ചോദിക്കാമോ? ശരിയാ, കേട്ടില്ല. ജെയ്സൺ, മേയറുടെ ചേംബറിന്റെ അവിടെ തന്നെയല്ലേ അവർ നിൽക്കുന്നത്? MK വർഗീസ് അവിടെ ഇല്ലേ? വാഴ വെച്ചിട്ട് പോകുമോ യുവമോർച്ച? വാഴ വെച്ചിട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ സാധ്യത. കാരണം മേയർ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഗോവയിൽ നിന്ന് തിരിച്ചെത്തിയെന്നാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വാഴയുമായി മേയറുടെ ചേംബറിലേക്ക് ഇപ്പോൾ സമരം നടത്തിയിരിക്കുന്നത്. ആ മേയറുടെ ചേംബറിലെത്തിയ കസേരയിൽ വാഴ സ്ഥാപിക്കുക എന്നതായിരുന്നു യുവമോർച്ചയുടെ തീരുമാനം. ഇത് മനസ്സിലാക്കിയ കോർപ്പറേഷൻ്റെ ജീവനക്കാർ ഇപ്പോൾ ആ മേയറുടെ ചേംബർ പൂട്ടിയിരിക്കുകയാണ്. മേയർ ചേംബർ പൂട്ടി. പക്ഷേ മേയറുടെ ചേംബറിന് മുമ്പിൽ വെച്ച് പ്രതിഷേധ സമരം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വാഴ സ്ഥാപിച്ചു പോകാനാണ് നിലവിൽ ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ തീരുമാനം. അല്പം മുമ്പ് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മുമ്പിൽ ബലിതർപ്പണം, അതായത് പ്രതീകാത്മക ബലിതർപ്പണ സമരം നടന്നിരുന്നു. ഇത്തരത്തിൽ അതിനു മുൻപ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും സമരം നടന്നിരുന്നു. ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ കൗൺസിലർമാരും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ അതിദാരുണമായ സംഭവം, ഒരാളുടെ മരണത്തിനും മറ്റൊരാൾ ഇപ്പോൾ കോമ സ്റ്റേജിലാണ്, അതിഗുരുതരാവസ്ഥയിൽ തുടരുന്ന സ്ഥിതിക്ക് അത്തരത്തിൽ തൃശ്ശൂരിലെ കോർപ്പറേഷൻ കീഴിലുള്ള റോഡുകളിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകണം. കൗൺസിലർമാരെ അടക്കം നമുക്ക് കാണാം. ഇതാരും തടയുന്നൊന്നുമില്ലേ? ആരും തടഞ്ഞില്ല. പോലീസോ അല്ലെങ്കിൽ ജീവനക്കാരോ തടയാൻ തയ്യാറായിരുന്നില്ല. അതിനു പകരമായി മേയറുടെ ചേംബർ പൂട്ടി മാറിപ്പോകാനാണ് നിർദ്ദേശമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റ് പോലീസിനെ വിളിച്ച് മറ്റു നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം ലഭിച്ചുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയറുടെ ചേംബർ പൂട്ടിയ ശേഷം ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മാറി. അതോടൊപ്പം തന്നെ പോലീസിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഈ വാഴ മേയറുടെ ചേംബറിലേക്ക് കയറ്റി മേയർ ഇരിക്കുന്ന പ്രധാന കസേരയിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു യുവമോർച്ചയുടെ ഈ പ്രതിഷേധ പരിപാടിയുടെ ലക്ഷ്യം. പക്ഷേ അത് സാധ്യമായിട്ടില്ല. മേയർ ചേംബർ പൂട്ടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചേംബറിന് മുമ്പിൽ വാഴ സ്ഥാപിച്ച് പോകുക. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കാൻ ജെയ്സൺ, വാഴ അവിടെ വെച്ച് പുറത്ത് വെച്ചിട്ട് പോകുമോ? അതെ, നമുക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് അടുത്ത നിങ്ങൾ ഇത് രാജിവെക്കാനുള്ള ഉദ്ദേശം തന്നെയാണ്. ഇതുപോലെ ഒരു കാര്യവുമില്ലാത്ത മേയറുണ്ടെങ്കിൽ അതിന് പകരം വാഴ വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ വാഴ വെച്ചിട്ടേ പോകും. ഒരു മേയർ ഒരു കാര്യവും ചെയ്യാത്ത, കാര്യക്ഷമതയില്ലാത്ത മേയറേക്കാൾ നല്ലത് ഒരു വാഴയാണ്. അത് സമയത്ത് കൊലയ്ക്ക് ചേംബർ പൂട്ടിയിരിക്കുകയാണല്ലോ, ഇനി വാഴ പുറത്തു വെച്ച് പോകും. വാഴ പുറത്തു വയ്ക്കാതെ നിവൃത്തിയുള്ളൂ. കാരണം മേയർ സുഖവാസത്തിലാണല്ലോ. മേയർക്ക് ഇതുവരെയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഏതായാലും അവർ മേയറുടെ ചേംബർ പൂട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതിന്? ഈ വാഴ ഈ മേയർക്ക് നട്ടല്ലില്ല എന്നുള്ളതിന് തെളിവാണ് ഈ വാഴ. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ നഗരത്തില് ഒരു റോഡ് പോലും കുഴിയില്ലാത്തതായിട്ടില്ല. തൃശ്ശൂർ നഗര നിവാസികൾക്ക് ടൗണിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ജീവനും സ്വത്തിനും അപകടമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ നഗരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ BJP ശക്തമായ സമരത്തിൽ, യുവമോർച്ച ശക്തമായ സമരത്തിൽ. ചേംബർ പൂട്ടിയിരിക്കുകയാണല്ലോ, ഇനി നിങ്ങൾ വാഴ എന്താ ചെയ്യാൻ പോകും? ചേംബറിന് മുമ്പിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ പോവാണ് എല്ലാവരും കൂടി. ഏതായാലും ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി BJPയും യുവമോർച്ചയും രംഗത്തുണ്ട്. അല്പം മുമ്പ് കോൺഗ്രസ് പ്രവർത്തകരുടെയും കൗൺസിലർമാരുടെയും സമരം നടന്നിരുന്നു. ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് നേരെ അതിശക്തമായ പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നു എന്നതാണ് പ്രധാനമായും ഏറെ ആശ്വാസകരമായ കാര്യം. പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല എന്നതാണ്. ഇപ്പോൾ ഈ യുവാവിന്റെ മാതാവ് മേയറുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ
ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അവരെ സന്ദർശിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മേയർ എവിടെ പോയതാണ്, തിരിച്ചു വരുന്നുണ്ടോ എന്ന്? മേയർ അർദ്ധരാത്രിയോടുകൂടി തിരിച്ചെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച യാതൊരു പ്രതികരണത്തിനും മേയർ തയ്യാറായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഇന്നലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പറച്ചിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും നമുക്ക് നേരെ അനുഭവങ്ങളാണ്. തൃശ്ശൂർ നഗരത്തിലെ ഒട്ടുമിക്ക റോഡുകളും തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. ആ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഈ മഴ കനക്കുന്ന സമയത്തല്ലല്ലോ പരിഹാരം കാണേണ്ടത്, അതിനു മുൻപ് വേനലുള്ള സമയത്ത് പരിഹാരം കണ്ടത്. മേയർ ഇപ്പോൾ എത്തിയിട്ടില്ല. മേയർ രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചേംബറിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ. മേയറുടെ ചേംബർ എന്തായാലും അടച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചേംബറിന് പുറത്ത് വാതിൽക്കൽ വാഴ വെച്ചിട്ട് പോകാനായിരിക്കും ഇനിയിപ്പോൾ ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുക. പോലീസൊന്നും എന്തായാലും എത്തിയിട്ടില്ല. പോലീസിനെ വിളിക്കേണ്ട എന്നതാണോ മേയറുടെ തീരുമാനം? ജെയ്സൺ, ജെയ്സൺ ചാവളപ്പിലാണ് അവിടെ ഉള്ളത്. തൃശൂർ കോർപ്പറേഷൻ അകത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. MG റോഡിൽ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ യുവാവിന്റെ മാതാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതിലുള്ള പ്രതിഷേധമാണ് വാഴയുമായി മേയറുടെ ചേംബറിലേക്ക് പ്രവർത്തകർ എത്തിയത്. മേയറുടെ ചേംബർ പൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. തൃശൂർ MG റോഡിലെ യുവാവിന്റെ അപകട മരണത്തിലാണ് പ്രതീകാത്മക ബലിതർപ്പണവും ഇപ്പോൾ വാഴ വെച്ചുകൊണ്ടുള്ള സമരവും നമ്മൾ കണ്ടു.